Welcome, dear students. So, we are going to discuss the fifth chapter, Buoyant Force. നിങ്ങളുടെ രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ പാഠമാണ് ബോയാൻഡ് ഫോഴ്സ്. സോ ഇവിടെ ഒരു ഷിപ്പിന്റെ ചിത്രമുണ്ട് അല്ലേ? എ സ്റ്റുഡന്റ് ഈസ് തിങ്കിങ് സംതിങ്. വാട്ട് ഈസ് ഇറ്റ്? എ ലൈറ്റ് വെയിറ്റ് അയൺ നെയിൽ എന്ന് വെച്ചാൽ ഒരു ഭാരം കുറഞ്ഞ ഇരുമ്പാണി സിങ്സ് ഇൻ വാട്ടർ, വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു. ബട്ട് ഹൗ ഡസ് എ ഷിപ്പ് വെയിങ് സെവറൽ ടൺസ് ഫ്ലോട്ട് ഇൻ ദ ഓഷ്യൻ? പക്ഷേ സെവറൽ ടൺസ്, കുറെ ടൺ ഭാരമുള്ള ഈ ഒരു കപ്പൽ എങ്ങനെയാണ് ഈ ഒരു കടലിൽ പൊങ്ങിക്കിടക്കുന്നത് അല്ലെ? ഫ്ലോട്ട്സ് ഇൻ വാട്ടർ. സോ ഇതിന്റെ ആൻസർ നമുക്ക് ഈ പാഠത്തിലൂടെ പഠിക്കാം. ഇവിടെ ഒരു എക്സ്പെരിമെന്റ് പറയുന്നുണ്ട്. ഒരു വായ്ഭാഗം അടച്ച എംപ്റ്റി ആയിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിൽ, ഓക്കെ, ശൂന്യമായ ഒരു വാട്ടർ ബോട്ടിൽ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മളിവിടെ ഈ ഒരു സർഫസ് ഓഫ് വാട്ടർ വയ്ക്കുകയാണെങ്കിൽ വാട്ട് ഡു യു ഒബ്സർവ്? എന്താണ് അത്? അവിടെ തന്നെ നിൽക്കും അല്ലേ? ഇറ്റ് റീമെയിൻസ് ദർ. ഓക്കെ, അത് താഴ്ന്നു പോകുന്നില്ല, പക്ഷെ ഇവിടെ തന്നെ നിൽക്കുന്നു. ട്രൈ ടു ഇമേഴ്സ് ദ ബോട്ടിൽ ടു ദ ബോട്ടം ഓഫ് ദ ബക്കറ്റ് വിത്ത് യുവർ ഹാൻഡ്. നിങ്ങൾ കൈകൊണ്ട് ഇതിനെ താഴേക്ക് താഴ്ത്താൻ ശ്രമിക്കണം. ഓക്കെ, എന്നിട്ട് താഴേക്ക് താഴ്ത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ റിമൂവ് യുവർ ഹാൻഡ് ഫ്രം ദ ബോട്ടിൽ. ഈ കുപ്പിയിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ കൈ ഇളക്കുക. ഓക്കെ, വാട്ട് ഡു യു ഒബ്സർവ്? എന്താണ് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നത്? ദ ബോട്ടിൽ റൈസസ് അപ്പ് അല്ലെ? താഴെ കൊണ്ടുപോയിട്ട് നമ്മൾ ഇതിന് കൈ ഇളക്കിയാൽ ഈ ബോട്ടിൽ വീണ്ടും ഉയർന്നു വരും. സോ വാട്ട് മേഡ് ദ പ്ലാസ്റ്റിക് ബോട്ടിൽ റൈസ് ടു ദ സർഫസ് ഓഫ് ദ വാട്ടർ? എന്തുകൊണ്ടാണ് ഈ വാട്ടറിന്റെ സർഫസിലേക്ക് ഈ ബോട്ടിൽ ഉയർന്നു വരുന്നത്? അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഈ വാട്ടർ ഇതിന് മുകളിലേക്ക് ഒരു ഫോഴ്സ് പ്രയോഗിക്കുന്നുണ്ട് അല്ലെ? ഇതിൽ മുകളിലേക്ക് വാട്ടർ ഒരു ഫോഴ്സ് പ്രയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ബോട്ടിൽ റൈസ് ചെയ്യുന്നത്. ഡസ് ദ ബോട്ടിൽ എക്സ്പീരിയൻസ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി? ഈ ബോട്ടിലിന് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഉണ്ടോ? തീർച്ചയായും എർത്ത് എല്ലാ വസ്തുക്കളെയും അട്രാക്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇഫ് യെസ് ഉണ്ടെങ്കിൽ ഇൻ വിച്ച് ഡയറക്ഷൻ? ഏത് ഡയറക്ഷനിലാണ്? സ്വാഭാവികമായിട്ടും ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി പറഞ്ഞാൽ ഭൂമിയിലേക്കാണ് അല്ലെ? അപ്പൊ താഴേക്കാണ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയുടെ ഡയറക്ഷൻ. വൈ ഡസൻറ്റ് ദ ബോട്ടിൽ റിമെയിൻ ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ? താഴ്ന്ന നിലയിൽ തന്നെ ഈ ബോട്ടിൽ നിൽക്കാതെ എന്തുകൊണ്ടാണ്? ഈ വാട്ടർ പ്രയോഗിച്ച ആ ഒരു ഫോഴ്സ് കാരണമാണ് അല്ലെ? അത് നമുക്ക് ഈ പാഠത്തിൽ ചർച്ച ചെയ്യാം. അടുത്തൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, വെൻ എ ബക്കറ്റ് ഓഫ് വാട്ടർ ഈസ് ഡ്രോൺ ഫ്രം എ വെൽ, ഓക്കെ, എ ഡിക്രീസ് ഇൻ വെയിറ്റ് ഈസ് ഫെൽറ്റ് അണ്ടിൽ ഇറ്റ് റീച്ചസ് ദ സർഫസ് ഓഫ് ദ വാട്ടർ. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ബക്കറ്റിൽ ഒരു കിണറിൽ നിന്ന് വെള്ളം ഉയർത്തുകയാണെങ്കിൽ ആ സർഫസ് ഓഫ് ദ വാട്ടറിൽ എത്തുന്നവരെ, ജലോപരിതലത്തിൽ എത്തുന്നവരെ അതിന് വെയിറ്റ് കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ നിങ്ങൾ ആ ജലോപരിതലം കഴിഞ്ഞ് മുകളിലേക്ക് ഉയർത്തുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ വെയിറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെ? അപ്പൊ അതാണ് ബോയാൻഡ് ഫോഴ്സ് എന്ന ടോപ്പിക്കിന്റെ പേര്. എന്താണ് ബോയാൻഡ് ഫോഴ്സ്? BUOYANT ഫോഴ്സ്, ബോയാൻഡ് ഫോഴ്സ്. അപ്പൊ ഇതേപോലെ ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലൊരു കപ്പ് താഴ്ത്തി വെച്ചിട്ടുണ്ട് അല്ലെ? ഒരു മഗ് താഴ്ത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ മഗ്ഗിനെ നിങ്ങൾ മുകളിലേക്ക് ഉയർത്താൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഈ സർഫസ് ഓഫ് ദ വാട്ടറിൽ എത്തുന്ന വരെ ഇതിനെന്താവും? വെയിറ്റ് അധികം ഫീൽ ചെയ്യില്ല. അതായത് സർഫസ് കഴിഞ്ഞ് മുകളിലേക്ക് ഇതിനെ ഉയർത്തുമ്പോഴോ നിങ്ങൾക്ക് അതിന്റെ വെയിറ്റ് നല്ലോണം ഫീൽ ചെയ്യും അല്ലെ? അപ്പൊ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ആൻ അപ്വേർഡ് ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ഒബ്ജക്ട്സ് ഇൻ ലിക്വിഡ്സ്. ലിക്വിഡ്സിൽ സ്ഥിതി ചെയ്യുന്ന, ലിക്വിഡ്സ് പറഞ്ഞാൽ ദ്രാവകങ്ങൾ, എന്തൊക്കെ? വാട്ടർ, ഓയിൽ, പെട്രോൾ അല്ലെ? അതൊക്കെ ദ്രാവകങ്ങളാണ്. അപ്പൊ ലിക്വിഡ്സിൽ സ്ഥിതി ചെയ്യുന്ന ഒബ്ജക്ട്സിന്, വസ്തുക്കൾക്ക് ആൻ അപ്വേർഡ് ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് എന്നാണ്. ഒരു മുകളിലേക്കൊരു ബലം ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ ചോദ്യം, ലിക്വിഡ്സിൽ മാത്രമാണോ ഇത്തരം ഫോഴ്സസ് എന്നാണ്. ഓക്കെ, നമുക്ക് ഒരു ബലൂണിന്റെ എക്സാമ്പിൾ എടുക്കാം. ലിക്വിഡ്സിൽ മാത്രമാണോ? ഗ്യാസസ്, അതായത് എയറിലും ഇത്തരം ഫോഴ്സസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ടു എ ഹീലിയം ഫിൽഡ് ബലൂൺ വെൻ ഇറ്റ് ഈസ് സെറ്റ് ഫ്രീ ഇൻ ദ അറ്റ്മോസ്ഫിയർ? എന്താണ്? ഒരു ഹീലിയം ഫിൽഡ് ബലൂൺ ഉണ്ട്. അപ്പൊ ഇതിനെ അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ ഇളക്കുകയാണെങ്കിൽ, നമ്മൾ അതിൽ നിന്ന് കൈ വിടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അത് റൈസ് ചെയ്യും അല്ലെ? ഹീലിയം ബലൂൺ റൈസ് ചെയ്യും. ഞാൻ ചിത്രം കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു ഹീലിയം ബലൂൺ ഉണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ കൈ വിടുകയാണെങ്കിൽ ഇതെന്ത് ചെയ്യും? അന്തരീക്ഷത്തിലേക്ക് ഇത് റൈസ് ചെയ്യും അല്ലെ? റൈസസ് അപ്പ്. ഓക്കെ, സ്വാഭാവികമായിട്ടും ഈ ഒരു ഹീലിയം ബലൂണിന് വെയിറ്റ് ഉണ്ട്. അത് ഏത് ഡയറക്ഷനിലാണ്? അത് താഴേക്കാണ്. ഓക്കെ, താഴേക്ക് ഇതിന് വെയിറ്റ് ഉണ്ട്. പക്ഷെ എന്നാലും അറ്റ്മോസ്ഫിയർ, എയർ മുകളിലേക്ക് ഒരു ഫോഴ്സ് പ്രയോഗിക്കുന്നുണ്ട്.
ഓക്കെ, അതുകൊണ്ടാണ് ഈ ബലൂൺ റൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ലിക്വിഡ്സിൽ മാത്രമല്ല എയർ, അതായത് ഗ്യാസസിലും ഇത്തരം ഫോഴ്സസ് ഉണ്ട് എന്ന് മനസ്സിലായി അല്ലെ? അപ്പൊ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈവൻ ദോ എ ഹീലിയം ഫിൽഡ് ബലൂൺ ഹാസ് വെയിറ്റ് ഉണ്ടെങ്കിലും ഈസിൻറ്റ് ഇറ്റ് ബിക്കോസ് ദ അപ്വേർഡ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ അറ്റ്മോസ്ഫിയർ, അതായത് ഈ അറ്റ്മോസ്ഫിയർ മേലോട്ടൊരു ഫോഴ്സ് പ്രയോഗിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ബലൂൺ റൈസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ലിക്വിഡ്സിൽ മാത്രമല്ല ഗ്യാസസിലും ഇത്തരം ഫോഴ്സസ് ഉണ്ട് പറയും. ഈ ഫോഴ്സിന്റെ പേര് ബൊയാന്റ് ഫോഴ്സ് എന്നാണ് കേട്ടോ. അവിടെ യെല്ലോ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ലിക്വിഡ്സിലും ഗ്യാസസിലും ഇത്തരം ഫോഴ്സസ് ഉണ്ട്. ലിക്വിഡ്സിലും ഉണ്ട്, ഗ്യാസസിലും ഉണ്ട് ഇത്തരം ഫോഴ്സസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ലിക്വിഡ്സിനെയും ഗ്യാസസിനെയും പൊതുവായിട്ട് നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, അതാണ് പറയുന്നത് ഫ്ലൂയിഡ്സ്. ഓക്കെ, ഫ്ലൂയിഡ്സ് എന്നാണ് ലിക്വിഡ്സിനെയും ഗ്യാസസിനെയും പൊതുവായിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ അതിന് ഫ്ലൂയിഡ്സ് പറയുമ്പോൾ എന്താകാം? ലിക്വിഡ്സിന് ബാധകമാണ്, ഗ്യാസസിന് ബാധകമാണ്. ഫ്ലൂയിഡ്സ് പറയുമ്പോൾ ഫ്ലോ ചെയ്യാൻ കഴിവുള്ളവാന്ന് വിചാരിച്ചാൽ മതി. ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒഴുകുക. ലിക്വിഡ്സ് ഒഴുകും അല്ലെ, വെള്ളത്തിന്റെ ഒഴുക്ക് നമുക്കറിയാലോ. അതേപോലെ ഗ്യാസസ് ഒഴുകും, അന്തരീക്ഷ വായുവിന്റെ ഒഴുക്കാണല്ലോ കാറ്റായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇതിന് പൊതുവായിട്ട് നമ്മൾ എന്ത് പറയും? ഫ്ലൂയിഡ്സ് എന്ന് പറയും. ഓക്കെ, ഇനി ഫ്ലൂയിഡ്സ് പറഞ്ഞാൽ എന്തൊക്കെയാകാം? ലിക്വിഡ്സും ആവാം, ഗ്യാസസും ആവാം. So from the previous activities we understood that there are two types of forces, അല്ലെ, രണ്ട് ടൈപ്പ് ഓഫ് ഫോഴ്സസ് ഉണ്ട്. എവിടെ? ഫോഴ്സസ് ആക്ടിങ് ഓൺ ഒബ്ജക്ട്സ് ഇൻ ഫ്ലൂയിഡ്സിൽ സ്ഥിതി ചെയ്യുന്ന ഒബ്ജക്ട്സിൽ രണ്ട് ടൈപ്പ് ഓഫ് ഫോഴ്സസ് ആണുള്ളത്. അത് ഒന്ന് പറഞ്ഞത് ദ ഡൗൺവാർഡ് ഫോഴ്സ് ഓൺ ദ ഒബ്ജക്ട്, അതിനാണ് എന്ത് പറയുന്നത്? ദ വെയിറ്റ് ഓഫ് ദ ഒബ്ജക്ട് പറയുന്നത് അല്ലെ, താഴേക്കുണ്ട്, അതിന്റെ ഭാരം താഴേക്കുണ്ട്. പിന്നെയോ ദ അപ്വേർഡ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ഫ്ലൂയിഡ് ഓൺ ദ ഒബ്ജക്ട്, ഈ ഒബ്ജക്റ്റില് ഒരു അപ്വേർഡ് ഫോഴ്സ് ആര് എക്സേർട്ട് ചെയ്യുന്നുണ്ട്? ആ ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ പറയുന്നത് ബൊയാന്റ് ഫോഴ്സ് എന്ന്. ഓക്കെ, ഇവിടെ ഈ ഫിഗർ കൺസിഡർ ചെയ്താൽ ഈ ഒരു ഒബ്ജക്റ്റിൽ വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് താഴേക്കുണ്ട്, അത് കൂടാതെ ഫ്ലൂയിഡ് മേലേക്ക് അപ്വേർഡ്സ് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്, അതിനാണ് പറയുന്നത് ബൊയാന്റ് ഫോഴ്സ്. അപ്പൊ അതാണ് രണ്ട് തരം ഫോഴ്സസ്. ഓക്കെ, ഈ യെല്ലോ ബോക്സിൽ കൊടുത്തൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ എന്തായാലും അത് പഠിച്ചിരിക്കണം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? വെൻ ആൻ ഒബ്ജക്ട് ഈസ് ഫുള്ളി ഓർ പാർഷ്യലി ഇമ്മേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ് ആണ്. ഫുള്ള് മുഴുവനായിട്ടും അതുപോലെ പാർഷ്യലി ഭാഗികമായിട്ടോ ഒരു ഫ്ലൂയിഡിൽ, ഒരു ദ്രവത്തിൽ താഴ്ത്തി വയ്ക്കുകയാണെങ്കിൽ, ഒരു ഫ്ലൂയിഡിൽ താഴ്ത്തി വയ്ക്കുകയാണെങ്കിൽ, ഫ്ലൂയിഡിന്റെ മലയാളം ദ്രവം എന്നാണ്, ലിക്വിഡിന്റെ ദ്രാവകം, ഗ്യാസസിന്റെ വാതകങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് എന്ത് പഠിക്കാം ഇവിടെ? when an object is fully or partially immersed in a fluid, the upward force exerted by the fluid on the object is the buoyant force. നമുക്ക് ആ ചിത്രം നോക്കാം. കണ്ടോ, ഇവിടെ ഈ ഒരു ഒബ്ജക്റ്റ് ഫുള്ളി ഇമ്മേഴ്സ്ഡ് ആണ് അല്ലെ, മുഴുവനായിട്ട് താഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇവിടെയോ ദിസ് ഇസ് പാർഷ്യലി ഇമ്മേഴ്സ്ഡ്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഫ്ലൂയിഡ് ഇതിൽ മുകളിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, ഇതിൽ ഈ വസ്തുക്കളിൽ മുകളിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സസിനെയാണ് എന്ത് പറയുന്നത്? ബൊയാന്റ് ഫോഴ്സ് എന്ന്. ഓക്കെ, ഫൈൻഡ് ആൻഡ് റെക്കോർഡ് ഇൻ യുവർ സയൻസ് ഡയറി ഇൻസ്റ്റൻസസ് വേർ യു എക്സ്പീരിയൻസ് ബൊയാന്റ് ഫോഴ്സ്. ഈ ബൊയാന്റ് ഫോഴ്സ് അനുഭവപ്പെടുന്ന സാഹചര്യങ്ങൾ പറയാൻ പറ്റും. ഒന്ന് പറഞ്ഞ് ഇത് കൊടുത്തിട്ടുണ്ട്, എയർ ബബിൾസ് റൈസിങ് ഫ്രം വാട്ടർ. അതായത് വാട്ടറിന്റെ അടിയിലുള്ള എയർ ബബിൾസ് എന്താവും? അത് റൈസ് ചെയ്ത് മുകളിലേക്ക് വരും അല്ലെ. അതെന്തുകൊണ്ടാണ്? ഈ വാട്ടർ ഇവിടെ ഒരു ബൊയാന്റ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു, അങ്ങനെ എയർ ബബിൾസ് റൈസ്. ഓക്കെ, നെക്സ്റ്റ് ഹൈഡ്രജൻ ബലൂണ് ഈ ഉത്സവപ്പറമ്പിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. അതിന് നമ്മൾ കൈ വിടുകയാണെങ്കിൽ എന്താകും? അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പോകും. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ ബൊയാന്റ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ അറ്റ്മോസ്ഫിയർ. സോ നെക്സ്റ്റ് എക്സാമ്പിൾ ഈസ് ഹൈഡ്രജൻ ബലൂൺ റൈസസ് ഇൻ എയർ. ഓക്കെ, ഹൈഡ്രജൻ ബലൂൺ റൈസസ് അപ്പ് ഇൻ എയർ. ബൊയാന്റ് ഫോഴ്സ് ഉണ്ടെന്ന് മനസ്സിലായി. ഇതിന്റെ മലയാളം പ്ലവക്ഷമ ബലം എന്നാണ്. ബൊയാന്റ് ഫോഴ്സിന്റെ മലയാളം പ്ലവക്ഷമ ബലം. സോ ബൊയാന്റ് ഫോഴ്സ് ഉണ്ടെന്ന് മനസ്സിലായി. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുമോ എന്നാണ് അടുത്ത നോക്കുന്നത്. ഹൗ ക്യാൻ ബി മെഷർ ബൊയാന്റ് ഫോഴ്സ്? ഇവിടെ നോക്കിക്കോളൂ, നമ്മൾ ഒരു സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ഇവിടെ ന്യൂട്ടൺ എന്ന യൂണിറ്റിൽ അല്ലെ, ന്യൂട്ടൺ എന്ന യൂണിറ്റിൽ അങ്കലം ചെയ്തിട്ടുള്ള ഒരു സ്പ്രിംഗ് ബാലൻസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ വെയിറ്റ് ഇൻ എയർ നോക്കും. ഓക്കെ, ന്യൂട്ടൺ എന്ന യൂണിറ്റിലാണ് കേട്ടോ. വെയിറ്റ് ഇൻ എയർ നോക്കുമ്പോൾ സ്റ്റോണിന്റെ വെയിറ്റ് ഇൻ എയർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 10 ന്യൂട്ടൺ ആണ് കിട്ടിയ വെച്ചോ. എത്രയാണ്? ഒരു 10 ന്യൂട്ടൺ വെയിറ്റ് ആണ് നമുക്ക് എയറിൽ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടിയതെന്ന് വിചാരിച്ചോളൂ. ഇനി ഇതിനെ നമ്മൾ കല്ലിനെ വെള്ളത്തിലേക്ക് താഴ്ത്തി, എന്നിട്ട് നമുക്ക് വെയിറ്റ് ഇൻ വാട്ടർ ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എത്ര വെയിറ്റ് കാണിക്കുന്നുണ്ട് ഇവിടുന്ന് നമുക്ക് മെഷർ ചെയ്യാം. എത്ര? ഒരു 6 ന്യൂട്ടൺ ആണ് കാണിക്കുന്നതെന്ന് വിചാരിച്ചോളൂ. ഒരു 6 ന്യൂട്ടൺ വെയിറ്റ് ആണ് കാണിക്കുന്നതെന്ന് വിചാരിച്ചോളൂ. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ലോസ് ഓഫ് വെയിറ്റ് ഇൻ വാട്ടർ കണ്ടുപിടിക്കാം.
എത്ര ഭാര വ്യത്യാസം ഉണ്ടായി? 10ൽ നിന്ന് 6 കുറച്ചാൽ 4 ന്യൂട്ടൺ കിട്ടും അല്ലെ? 4 ന്യൂട്ടൺ കിട്ടും. വെയിറ്റ് ഇൻ എയർ കുറക്കണം വെയിറ്റ് ഇൻ വാട്ടർ, W1 മൈനസ് W2 ചെയ്താൽ വെയിറ്റ് ലോസ് കിട്ടും. അത് തന്നെയാണ് ബോയാന്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ബോയാന്റ് ഫോഴ്സ്. മനസ്സിലായല്ലോ? ഓക്കെ, അതാണ് ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ഇൻ എ ഫ്ലൂയിഡ്, ഒരു ഫ്ലൂയിഡിൽ സ്ഥിതി ചെയ്യുമ്പോൾ ദ ബോയാന്റ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ലോസ് ഓഫ് വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. അതാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് എക്സ്പെരിമെന്റിൽ മനസ്സിലായത് അല്ലെ? ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. ഈ ഒരു ലോസ് ഓഫ് വെയിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അത് തന്നെയാണ് ബോയാന്റ് ഫോഴ്സ് എന്നാ പറഞ്ഞത് അല്ലെ? വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ഇൻ എ ഫ്ലൂയിഡ് the buoyant force experienced by the object is equal to the loss of weight of the object. ഇവിടെ നമുക്ക് എന്തായി ഇങ്ങനെ ഒരു ആൻസർ ആണ് കിട്ടിയത്. ഇതേ എക്സ്പെരിമെന്റ് നമ്മൾ ഇവിടെ കല്ലിന് പകരം, സ്റ്റോണിന് പകരം അയൺ ബ്ലോക്ക്, ഇരുമ്പ് കഷ്ണമോ ഗ്ലാസ് സ്ലാബോ വെച്ച് ചെയ്താലും നമുക്ക് ഇങ്ങനെ ഒരു വെയിറ്റ് ലോസ് കിട്ടും. അത് അതിന് ലഭിച്ച ബോയാന്റ് ഫോഴ്സിന് ഈക്വൽ ആയിട്ട് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് can buoyant force felt by an object be the same in all liquids? എല്ലാ ലിക്വിഡ്സിലും, ഇവിടെ വാട്ടർ ആകുമ്പോൾ ചെക്ക് ചെയ്ത്, അങ്ങനെ എല്ലാ ലിക്വിഡ്സിലും ഒരേപോലെ ആയിരിക്കുമോ ഈ ഒരു ഫോഴ്സ് ഫീൽ ചെയ്യുന്നത്? വ്യത്യാസം ഉണ്ടാവുമോ? അടുത്ത ടോപ്പിക് പറഞ്ഞാൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബോയാന്റ് ഫോഴ്സ് എന്നാണ്. ബോയാന്റ് ഫോഴ്സ് മേലോട്ട് ആക്ട് ചെയ്യുന്നതിന് മനസ്സിലായി. ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, എന്തൊക്കെ ഘടകങ്ങൾ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് നോക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഒരേ മാസമുള്ള 3 തൂക്കക്കട്ടികൾ എടുത്തിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിട്ട് ഫൈൻഡ് ദ ബോയാന്റ് ഫോഴ്സ് felt by a 100 gram slotted weight in these liquids. 100 gram ആണ് മാസ്. ഇതിന്റെ വെയിറ്റ് നമ്മൾ 100 gram മാസുള്ള ഈ ഒരു വസ്തുവിന്റെ വെയിറ്റ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? വെയിറ്റ് ഇൻ എയർ. ഇവിടെ 3 ബീക്കറുകളായിട്ട് 3 സൊല്യൂഷൻസ് ആണ് എടുത്തിട്ടുള്ളത് അല്ലെ? 3 ലിക്വിഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഒന്നിൽ സാച്ചുറേറ്റഡ് സാൾട്ട് വാട്ടർ, പൂരിത ഉപ്പുലായനി. രണ്ടാമത്തേതിൽ വാട്ടർ ആണ് എടുത്തിട്ടുള്ളത്, വെള്ളം. മൂന്നാമത്തേതിൽ ഗ്ലിസറിൻ ആണ് എടുത്തിട്ടുള്ളത്. വെയിറ്റ് ഇൻ എയർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. W is equal to M into G ആണ്. മാസ് 3 സെയിം ആണ്. എത്രയാണ് മാസ്? 100 ഗ്രാം. അപ്പൊ ഈ 100 ഗ്രാമിന് നമുക്ക് 0.1 കിലോഗ്രാം എന്ന് എഴുതാം. 100 ഗ്രാം ഈസ് ഈക്വൽ ടു 0.1 കിലോഗ്രാം. ഗുണിക്കണം G ചെയ്യണം അല്ലെ? G എത്രയാണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 ആണെന്ന് പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ. ഗുണിക്കണം 9.8 ചെയ്താൽ നമുക്ക് കിട്ടും 0.98 ന്യൂട്ടൺ. വെയിറ്റ് ഇൻ എയർ പറയുന്നത് എത്രയാണ്? 0.98 ന്യൂട്ടൺ ആണ്. ഇനി ഈ ഒരു വസ്തുവിനെ നമ്മൾ സാച്ചുറേറ്റഡ് സാൾട്ട് വാട്ടറിൽ താഴ്ത്തിയിട്ട് അതിലെ വെയിറ്റ് എത്ര നോക്കി. ഓക്കെ, പിന്നെ ഇതിനെ തന്നെ വാട്ടറിൽ താഴ്ത്തിയിട്ട് അതിന്റെ വെയിറ്റ് നോക്കി. പിന്നെ ഇതിനെ ഗ്ലിസറിൽ താഴ്ത്തിയിട്ട് അതിന്റെ വെയിറ്റ് നോക്കി. എന്നിട്ട് നമുക്കൊന്ന് ചെയ്യാം, ഇതിൽ 3ലും ആ വെയിറ്റ് ലോസ് എത്ര ഉണ്ടായി മനസ്സിലായല്ലോ അല്ലെ? ആ ഭാര വ്യത്യാസം എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ മനസ്സിലാവുന്ന കാര്യം, ഗ്ലിസറിലാണ് ഏറ്റവും വെയിറ്റ് ലോസ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ സാച്ചുറേറ്റഡ് സാൾട്ട് വാട്ടറിൽ, പിന്നെ വാട്ടറിൽ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഗ്ലിസറിലാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ലോസ് വന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ബോയാന്റ് ഫോഴ്സ് കൂടുതൽ പ്രയോഗിക്കപ്പെട്ടത്. ഗ്ലിസറിലാണ് ബോയാന്റ് ഫോഴ്സ് കൂടുതൽ പ്രയോഗിക്കപ്പെട്ടത്. പിന്നെ സാച്ചുറേറ്റഡ് സാൾട്ട് വാട്ടറിലാണ്, പിന്നെയാണ് വാട്ടറിൽ. ഏറ്റവും കൂടുതൽ ഗ്ലിസറിൽ ബോയാന്റ് ഫോഴ്സ് ഈ ഒരു വസ്തുവിൽ പ്രയോഗിക്കപ്പെട്ടു. പിന്നെയാണ് സാച്ചുറേറ്റഡ് സാൾട്ട് വാട്ടറിൽ, പിന്നെയാണ് വാട്ടറിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഈ ഒരു ഡെൻസിറ്റി നോക്കാം. ഈ 3 ലിക്വിഡ്സിന്റെ ഡെൻസിറ്റി നോക്കാം. വാട്ടറിന്റെ പറഞ്ഞാൽ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. നെക്സ്റ്റ് സാച്ചുറേറ്റഡ് സാൾട്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ 1025 ആണ് അല്ലെ? പിന്നെയോ ഗ്ലിസറിൻ്റെത് 1260. ഓക്കെ, അപ്പൊ ഇതിൽ ഏതിനാണ് ഡെൻസിറ്റി കൂടുതൽ? ഗ്ലിസറിലാണ്. ഈ 3 ഗ്ലിസറിലാണ് ഡെൻസിറ്റി കൂടുതൽ. പിന്നെയാണ് സാച്ചുറേറ്റഡ് സാൾട്ട് വാട്ടറിന്, പിന്നെയാണ് വാട്ടറിന് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റിയും ഈ ബോയാന്റ് ഫോഴ്സും തമ്മിലുള്ള റിലേഷൻ നമുക്ക് കിട്ടി. എന്താണ്? ഇവിടെ ഡെൻസിറ്റി കൂടിയതിലാണ് ബോയാന്റ് ഫോഴ്സ് കൂടുതലായിട്ട് ഉണ്ടായത് അല്ലെ? പിന്നെ ഡെൻസിറ്റി കുറഞ്ഞത് ഏതാണ്? സാച്ചുറേറ്റഡ് സാൾട്ട് വാട്ടർ ആണ്, പിന്നെ വാട്ടർ. അപ്പൊ ആ ഒരു ക്രമത്തിലാണ് ബോയാന്റ് ഫോഴ്സും പ്രയോഗിക്കപ്പെടുന്നത്. ബോയാന്റ് ഫോഴ്സിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ആണ്. ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ആണ്. സോ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. In which liquid did the slotted weight experience the greatest buoyant force? ഏറ്റവും കൂടുതൽ ബോയാന്റ് ഫോഴ്സ് ഏതിലാണ് പ്രയോഗിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഭാര വ്യത്യാസം ഏതിലാണ് കണ്ടത്? അത് ഏതാണ്? ഗ്ലിസറിനിലാണ്. ഓക്കെ, ഗ്ലിസറിൻ GLY അല്ലെ? പിന്നെയോ അടുത്ത് in which liquid did the slotted weight experience the least buoyant force? ഈ 3 ഏറ്റവും കുറവ് ബോയാന്റ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്ത് ഏതിലാണ്? വാട്ടറിലാണ് അല്ലെ? WATER. ഓക്കെ, വാട്ടറിലാണ്
ഇതില് മൂന്നെണ്ണത്തില് ഏറ്റവും കുറവ് ബൊയാന്റ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തത്. വിച്ച് ലിക്വിഡ് ഗിവൻ ഇൻ ദ ടേബിൾ ഹാസ് ദ ഹയസ്റ്റ് ഡെൻസിറ്റി? ഈ ടേബിളിൽ ഏറ്റവും ഡെൻസിറ്റി കൂടിയ ഏതിനാണ്? ഗ്ലിസറിനാണ് അല്ലേ? ഓക്കെ, ഗ്ലിസറിൻ. ഈ ടേബിളിൽ ഗ്ലിസറിനിലാണ് ഏറ്റവും ഡെൻസിറ്റി കൂടുതലായിട്ട് കാണുന്നത് ഈ ടേബിൾ വെച്ച് നോക്കിയാൽ. വൈ ഡിഡ് ദ സ്ലോട്ടഡ് വെയിറ്റ് എക്സ്പീരിയൻസ് ദ ഗ്രേറ്റസ്റ്റ് ബൊയാന്റ് ഫോഴ്സ് ഇൻ ഗ്ലിസറിൻ? എന്തുകൊണ്ടാണ്? ഗ്ലിസറിനാണ് ഡെൻസിറ്റി കൂടുതൽ. ഡെൻസിറ്റി കൂടുമ്പോൾ ബൊയാന്റ് ഫോഴ്സും കൂടുന്നു. അപ്പൊ ഇതാണ് പറഞ്ഞിട്ടുള്ളത്, ആസ് ദ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഇൻക്രീസസ്. ഈ ദ്രാവകത്തിന്റെ ലിക്വിഡിന്റെ ഡെൻസിറ്റി കൂടുമ്പോൾ ദ ബൊയാന്റ് ഫോഴ്സ് ഫെൽറ്റ് ബൈ ആൻ ഒബ്ജക്റ്റ് അതും കൂടും. ഓക്കെ, അപ്പൊ ലിക്വിഡിന്റെ ഡെൻസിറ്റി കൂടുമ്പോൾ ബൊയാന്റ് ഫോഴ്സും കൂടുന്നു, അതാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്സ് ഈസ് വൺ ഓഫ് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബൊയാന്റ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ഫ്ലൂയിഡ്. അതായത് ഒരു വസ്തുവിനെ എത്രമാത്രം ബൊയാന്റ് ഫോഴ്സ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നതിനെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്സ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്സ്. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ആൻഡ് റെക്കോർഡ് ഇൻ ദ സയൻസ് ഡയറി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ആൻ എഗ് സിങ്സ് ഇൻ ഫ്രഷ് വാട്ടർ ബട്ട് ഫ്ലോട്ട്സ് ഓൺ സാച്ചുറേറ്റഡ് സാൾട്ട് വാട്ടർ. അതായത് എഗ് ഫ്രഷ് വാട്ടറിലാണെങ്കിൽ താഴ്ന്നു പോകുന്നു, പക്ഷേ ഉപ്പ് വെള്ളത്തിലാണെങ്കിൽ, പൂരിത ഉപ്പ് ലായനിയിലാണെങ്കിൽ അത് ഉയർന്നു കിടക്കുന്നു. കാരണം എന്തേ? പൂരിത ഉപ്പ് ലായനിക്ക് സാച്ചുറേറ്റഡ് സാൾട്ട് വാട്ടറിനാണ് ഡെൻസിറ്റി കൂടുതൽ ഫ്രഷ് വാട്ടറിനേക്കാളും. അതുകൊണ്ട് സാച്ചുറേറ്റഡ് സാൾട്ട് വാട്ടറിന് ഫ്രഷ് വാട്ടറിനേക്കാളും കൂടുതൽ ബൊയാന്റ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ കഴിയുന്നു. അപ്പൊ എന്ത് എഴുതണം? The density of the saturated salt water is greater than that of fresh water. So, saturated salt water exerts more buoyant force than fresh water. Next one is, as a ship moves from freshwater lake to sea. Okay, freshwater lake നിന്നും സീയിലേക്ക് പോകുമ്പോൾ it rises further എന്നാണ്. It rises further, കുറച്ചുകൂടി ഉയരുന്നു. എന്താണ്? The density of sea water is greater than that of fresh water. അല്ലേ? So sea exerts more buoyant force than fresh water. So the ship rises further, കൂടുതൽ ഉയരുന്നു. Next one is, no one completely drowns in the Dead Sea. Okay, ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡെഡ് സീ, ചാവുകടൽ എന്ന് പറയും, ഇതില് ലവണാംശം കൂടുതലാണ്. അതായത് ഇതിലെ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇതിലെ ഡെൻസിറ്റി പറയുന്നത് എന്താണ്? കൂടുതലാണ്. സോ ഇത് കൂടുതലായിട്ട് ബൊയാന്റ് ഫോഴ്സ് നല്ലോണം പ്രയോഗിക്കുന്നു. സോ നോ വൺ കംപ്ലീറ്റ്ലി ഡ്രോൺസ് ഇൻ ദ ഡെഡ് സീ. ചാവുകടലില് കൂടുതലായിട്ട്, അതായത് മുഴുവനായിട്ട് ആരും താഴ്ന്നു പോകുന്നില്ല. അടുത്തായിട്ട് പറഞ്ഞ് ഒബ്ജക്ട്സിന്റെ സെയിം വെയിറ്റിലെ ഒബ്ജക്ട്സുകൾക്ക് ബൊയാന്റ് ഫോഴ്സും സെയിം ആയിരിക്കുമോ എന്നാണ്. അപ്പൊ അതാണ് അടുത്ത ഡിസ്കസ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മളൊരു അയൺ ബ്ലോക്കും ഒരു കോപ്പർ ബ്ലോക്കും എടുത്തിട്ടുണ്ട്. ഇതിന്റെ വെയിറ്റ് സെയിം ആണ്, ഈക്വൽ വെയിറ്റ്. കണ്ടോ, ഈക്വൽ വെയിറ്റ് ആണ്. പക്ഷെ എന്നാലും അയൺ ബ്ലോക്കിന്റെ വോളിയം ആണ് കൂടുതൽ. അയൺ ബ്ലോക്കിന്റെ വോളിയം കോപ്പർ ബ്ലോക്കിന്റെ വോളിയത്തിനേക്കാൾ കൂടുതലാണ്. നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലിക്വിഡിൽ, വാട്ടറിൽ നമുക്ക് ഇതിന്റെ വെയിറ്റ് എത്ര വ്യത്യാസം നോക്കാം. വെയിറ്റ് ഓഫ് ഒബ്ജക്ട് ഇൻ എയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ആയിരിക്കും അല്ലെ? സെയിം ആയിരിക്കും. എന്തേ? അയൺ ബ്ലോക്കിനും കോപ്പർ ബ്ലോക്കിനും ഒരേ വെയിറ്റിലെ സംഭവങ്ങളാണ് നമ്മൾ എടുത്തത്. അതുകൊണ്ട് നമുക്ക് കിട്ടും വെയിറ്റ് ഓഫ് ഒബ്ജക്ട് ഇൻ എയർ എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. ഇത് നമ്മൾ എന്ത് ചെയ്യും? അതിനെ വാട്ടറിൽ ഇമേഴ്സ് ചെയ്യും, എന്നിട്ട് വെയിറ്റ് എത്ര നോക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ വെയിറ്റ് ഇൻ എയർ കുറക്കണം, വെയിറ്റ് ഇൻ വാട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൊയാന്റ് ഫോഴ്സ് കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ ചെയ്തു നോക്കിയാൽ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്നാൽ, വിച്ച് ഒബ്ജക്ട് എക്സ്പീരിയൻസ്ഡ് മോർ ബൊയാന്റ് ഫോഴ്സ് പറഞ്ഞാൽ അതിന് ഉത്തരം അയൺ ബ്ലോക്ക് ആണ്. എന്താണ്? അയൺ ബ്ലോക്കിനാണ് കൂടുതൽ ബൊയാന്റ് ഫോഴ്സ് കിട്ടുന്നത്. അതായത് ഭാര വ്യത്യാസം നോക്കിയാൽ കൂടുതൽ ഭാര വ്യത്യാസം കാണുന്നത് അയൺ ബ്ലോക്കിനാണ്. ഇവിടെ അയൺ ബ്ലോക്ക് അല്ലേ കുറച്ച് വലുതായിട്ട് കാണുന്നത്, വോളിയം കൂടുതൽ കാണുന്നത് അയൺ ബ്ലോക്കിനല്ലേ? ഓക്കെ, അപ്പൊ എന്താണ്? വിച്ച് ഒബ്ജക്ട് എക്സ്പീരിയൻസ്ഡ് മോർ ബൊയാന്റ് ഫോഴ്സ് എന്നത് അയൺ ബ്ലോക്ക് ആണ്. വിച്ച് ഹാസ് ഗ്രേറ്റർ വോളിയം, ഏതിനാണ് വോളിയം കൂടുതൽ എന്ന് വെച്ചാൽ അതും അയൺ ബ്ലോക്കിനാണ്. അപ്പൊ നമുക്ക് എന്ത് പറയും? വോളിയം ഓഫ് ദ ഒബ്ജക്ട് പറയുന്നത് ബൊയാന്റ് ഫോഴ്സിനെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. So, we can understand the factors influencing the buoyant force experienced by an object fully immersed in a fluid are. എന്താണ്? Factors. അപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാവും, what are the factors influencing buoyant force experienced by an object fully immersed in a fluid എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട രണ്ട് ആൻസേഴ്സ് ആണ്. ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്, പിന്നെ വോളിയം ഓഫ് ദ ഒബ്ജക്ട്. ഓക്കെ, ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി കൂടുമ്പോൾ ബൊയാന്റ് ഫോഴ്സും കൂടുന്നു, വോളിയം ഓഫ് ദ ഒബ്ജക്ട് കൂടുമ്പോഴും ബൊയാന്റ് ഫോഴ്സ് കൂടുന്നു. നെക്സ്റ്റ്,
ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.